ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ്, പ്രണയിക്കുന്നവരുടെ സ്വന്തം ഷോ. ഞാനാരാ, പ്രണയത്തിന്റെ രാജകുമാരി റീനു. പ്രണയം ഒരു പനിനീർ പൂ പോലെ സുന്ദരമാണ്. പക്ഷേ ആ പനിനീർ ചെടിയിലെ മുള്ളുകളുടെ വശ്യതയാർന്ന സ്പർശനം, അതായത് നഷ്ടപ്രണയത്തിന്റെ നൊമ്പരമാണ് ഏറെ മനോഹരം. ചിലർക്ക് പ്രണയിക്കുന്ന ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ പറ്റും. ചിലർക്ക് അവളൊരു സ്വപ്നം മാത്രമാ, ഒരിക്കലും തുറന്നു പറയില്ല. മറ്റു ചിലർക്ക് ഒരു മാലാഖയെ പോലെ അവൾ എപ്പോഴും ചുറ്റിനുമുണ്ടാകും. പ്രണയിക്കുന്നവർക്കും പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. അഗാധമായി പ്രണയിച്ച 2 പേർ ഒന്നാവണമെന്നവർ തീരുമാനിച്ചിരുന്നു. എന്തുകൊണ്ടോ അവർക്കൊന്നിക്കാൻ പറ്റിയില്ല. അവൾ അവനെ വിട്ടിട്ട് പോയപ്പോൾ അവൾക്കായി അവനെല്ലാം കെട്ടിപ്പൊക്കി. അത്തരമൊരു കഥയാണ് മദുരാശി പട്ടണത്തിൻ്റെ. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. ഇവിടെ എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ വായിച്ചോട്ടെ. പെണ്ണ് ഒരത്ഭുതമാണ് എന്ന് ഞാൻ തെളിയിക്കട്ടെ റീനു എന്ന് ചോദിച്ചാണ് ആ മെസ്സേജ് തുടങ്ങിയിരിക്കുന്നത്. ഒരു പെൺകുട്ടി എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് അവളെ ഇഷ്ടമായി. അപ്പോൾ തന്നെ ഞാൻ അവളോട് തിരിച്ചു പറഞ്ഞു, ഞാനും നിന്നെ പ്രണയിക്കുന്നു. അങ്ങനെ 5 മാസം കടന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ പെണ്ണൊരു അത്ഭുതമാണെന്ന്. അവൾ എന്നെ വിട്ടിട്ട് മറ്റൊരാളുടെ കൂടെ പോയി. ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്നും ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നൊന്നും എനിക്കറിയില്ല. ഒരു വിധത്തിൽ ഞാൻ കരകയറി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുക. എന്തുകൊണ്ടോ എൻ്റെ ഉള്ളിൽ ആ പ്രണയം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അവളെ സ്വീകരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും എന്നെ വിട്ടിട്ട് പോയി. ഇപ്പോൾ അവൾ തിരിച്ചെത്തിയിരിക്കുക. എനിക്ക് നിന്നെ മാത്രം മതി, എന്നോട് ഒരിക്കൽ കൂടി ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ എന്തറിയണോ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന ഈ ആളോട് ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ എനിക്കൊരു മറുപടി പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസരമാണ്. എന്താ പറയാനുള്ളത്? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിലൊന്ന് പറയണം. കൂടെ എൻ്റെ പോൾ ക്വസ്റ്റിന് ആൻസറും തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെയുള്ള ആളുടെ പേര് എനിക്കറിയത്തില്ല. പേരെന്താ? രാജു. എന്ത് ചെയ്യുന്നു രാജു? ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഒരുപാട് സുന്ദരി പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? അത്യാവശ്യത്തിന്. ശബ്ദത്തിൽ ഒരു റൊമാൻസ് ഉണ്ടല്ലോ. പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. എന്താണ് അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ? ആ പ്രണയം എവിടെ എത്തി? പ്രണയം പല സിനിമാക്കാരെയും പോലുള്ള ഒരു കഥയാണ് എൻ്റെ കഥ. അതെന്താ? അതായത് ചിലർ ഡയറക്ഷന് പോയിട്ട് നടനാവും, ചിലർ ക്യാമറാമാനായിട്ട് പോയിട്ട് ചിലപ്പോൾ സംവിധായകനാകും. അതുപോലെ ഒന്നായിരുന്നു എൻ്റെ പ്രണയം. ഇപ്പം എന്തായി അതിൽ? അത് വലിയൊരു കഥയാണ്. പറഞ്ഞാൽ തീരത്തില്ല. തീർക്കാൻ ശ്രമിക്കാം. ഒരുപാട് വഴക്കുകൾ ഈ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ? വഴക്കുകൾ ഉണ്ടാവാൻ സമയം കിട്ടിയില്ല. കാര്യം എൻ്റെ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി പോയതാ. അമ്പട കൊച്ചു കള്ള ഹംസായിട്ട് പോയിട്ട് ആ പെങ്കൊച്ചിനെ പ്രണയിച്ചു? ഇല്ല, അത് വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇപ്പം പ്രണയിച്ച് തുടങ്ങിയത്. അപ്പം ഇപ്പം ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഞാനുമായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിയെ പ്രണയിച്ചു? ഇപ്പം പ്രണയിക്കുകയാണ്. അങ്ങനെ? അതെ. എന്നെ ആകെപ്പെടെ പറ്റിച്ചല്ലോ. മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കള്ളനാന്ന് മനസ്സിലാവത്തില്ല. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലെ രാജുവിൻ്റെ അടുത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പക്ഷെ അതിന് മുന്നേ ഈ പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ രാജു. രാജു ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. രമേശാണ് അയച്ചു തന്നിരിക്കുന്നത്. അവനൊരു പെൺകുട്ടിയെ പ്രണയിക്കുമായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടി അവനെ പറ്റിച്ചിട്ടിട്ട് പോയി. ആ പെൺകുട്ടി തിരിച്ചു വന്നു. അവൻ അവളെ 2ാമതും പ്രണയിച്ചു. ഇപ്പൊ 3ാമതും അവള് പറ്റിച്ചു പോയിട്ട് തിരിച്ചു വന്നേക്കുക. അവളെ സ്വീകരിക്കണോ വേണ്ടയോ? അല്ല, ഇതിനു മുന്നേ അദ്ദേഹത്തിന് ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രണയം ഒപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു ട്രൂ ലവർ ആയിരുന്നടോ. അല്ല, അങ്ങനെയുള്ള ഒരു ലവറെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രണയിക്കുക. അതായത് 2 തവണ പറ്റിച്ച പെൺകുട്ടിയെ പിന്നെയും പ്രണയിക്കാനോ? ഒരു പ്രാവശ്യം ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആ പ്രണയം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അത് ശരിയാണ്. എന്നാലും ഒരു തവണ പ്രണയിച്ചു, ഭയങ്കര സങ്കടമായി. 2ാം തവണയും സങ്കടമായി. 3ാം തവണ എന്ത് ധൈര്യത്തിൽ നമ്മൾ പ്രണയിക്കും? എന്താ ഈ 2 തവണ ഇട്ടിട്ട് പോകാനുള്ള കാരണമെന്ന് എനിക്കോ താങ്കൾക്കോ അറിയില്ലല്ലോ. അത് പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് അതിനിടയിൽ വേറെ ആളോട് ഇഷ്ടം വന്നു. അപ്പോഴേ ചുമ്മാ ഒന്ന് പ്രണയിക്കുക, എന്നിട്ട് ലാസ്റ്റ് ഇയാൾ ഇട്ടിട്ട് പോകാം. ഇനി രമേശ്, അങ്ങനെ ഒരു ഐഡിയ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രമേശ് വീണ്ടും പ്രണയിക്കുക, എന്നിട്ട് അവൾ പോകുന്നതിന് മുന്നേ ഇട്ടിട്ട് പോവാന്ന്. എൻ്റെ രാജു, ഹൃദയത്തിൻ്റെ കളിയല്ലേ, അയാൾ തകർന്നു പോവും.
ഇല്ല, ഇനി ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിൻ്റെത്. രമേശിന് അത്രയും ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതുപോലെ ഒരു അഭിപ്രായം ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ പറയണോ എന്നാൽ മെസ്സേജ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM for ton കണക്കിന് റൊമാൻസ്.